ഇന്ത്യൻ ജനാധിപത്യം വിലക്കുവാങ്ങാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചെലവഴിച്ചത് 1737,68 രൂപ. രാജ്യത്തെ 7 പ്രതിപക്ഷ പാർട്ടികൾ മൊത്തം ചെലവഴിച്ച തുകയേക്കാൾ കൂടുതൽ വരും ഇത്. ഗൂഗിളിനെയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളെയും വരുതിയിലാക്കാൻ BJP കോടികളാണ് വാരിയെറിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമായി കോൺഗ്രസ് ചെലവഴിച്ച തുകയുടെ 3 ഇരട്ടിയാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ചെലവഴിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നൽകിയ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്ക് വ്യക്തമാക്കുന്നു. എന്നാൽ BJPക്ക് കഴിഞ്ഞ വർഷത്തെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ കിട്ടിയ വരുമാനത്തിന്റെ 1/3 മാത്രമേ പാർട്ടി ചെലവഴിച്ചിട്ടുള്ളൂ. ലോക്സഭയിലേക്കും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തീയതി മുതൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതുവരെ മാത്രം പാർട്ടിക്ക് 5555,65 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. BJPയുടെ മൊത്തം ചെലവിൻ്റെ 35%, അതായത് 611,50,00,000 രൂപ ഇലക്ട്രോണിക്, പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ എന്നിവയിലെ പരസ്യങ്ങൾക്കാണ് പാർട്ടി ചെലവഴിച്ചത്. ബൾക്ക് SMS ക്യാമ്പയിനുകൾ, ഫോൺ കോളുകൾ, കേബിൾ, വെബ്സൈറ്റ്, TV ചാനലുകൾ എന്നിവയിലുള്ള പ്രമോഷനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ചിലവായ തുകയുൾപ്പെടെയാണ് ഈ കണക്ക്. ഇത്തരം പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ ഏകദേശം 30% ഗൂഗിൾ ഇന്ത്യയെ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ 156.95 കോടി രൂപയാണ് BJP ചെലവഴിച്ചത്. മാർച്ച് മുതൽ ജൂൺ വരെ 24.63 കോടി രൂപയാണ് ഫേസ്ബുക്കിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ BJP വിനിയോഗിച്ചത്. BJP ഇലക്ട്രോണിക്, പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ എന്നിവയിലെ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച അത്ര തുക പോലും കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ചെലവഴിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമായി കോൺഗ്രസ് ആകെ 584.65 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നാണ് ഒക്ടോബറിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2024 ഓഗസ്റ്റിൽ തന്നെ കോൺഗ്രസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പാർട്ടിയുടെ 70% ചെലവും പരസ്യങ്ങൾക്കാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള താരപ്രചാരകരുടെ യാത്രാ ചെലവുകൾക്കായി കോൺഗ്രസ് പാർട്ടി ചെലവഴിച്ചത് 104.42 കോടി രൂപയാണ്. കൂടാതെ പ്രിന്റ്, ഇലക്ട്രോണിക് പരസ്യങ്ങൾ, ബൾക്ക് SMS, TV പരസ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ മാധ്യമ പരസ്യങ്ങൾക്കായി 409 കോടി രൂപയും തൊപ്പികൾ, പതാകകൾ, പോസ്റ്ററുകൾ, ന്യായ് ഗ്യാരണ്ടി കാർഡുകൾ തുടങ്ങിയ പബ്ലിസിറ്റി മെറ്റീരിയലുകൾക്കായി 68 ലക്ഷം രൂപയും കോൺഗ്രസ് ചെലവഴിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി 2019 തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച 820.89 കോടിയേക്കാൾ കുറവാണ് ഇത്തവണ ചെലവഴിച്ചത്. BJP ആകെ ചെലവിട്ട 1737.68 കോടി രൂപയിൽ 1492.39 കോടി രൂപ പൊതുവായ പ്രചരണത്തിന് ഉപയോഗിച്ചപ്പോൾ 245.29 കോടി സ്ഥാനാർത്ഥികൾക്ക് മാത്രമായി നീക്കിവെക്കുകയായിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ BJP 1264.33 കോടി രൂപയെ ചെലവഴിച്ചിരുന്നുള്ളൂ. അതിനേക്കാൾ 37% അധികമാണ് ഇത്തവണ ചെലവിട്ടത്. BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുൾപ്പെടെയുള്ള താരപ്രചാരകർക്കായി BJP 168.92 കോടി രൂപയാണ് ചെലവഴിച്ചത്. കേന്ദ്രമന്ത്രിമാർ, പാർട്ടി ദേശീയ നേതാക്കൾ, സെലിബ്രിറ്റികൾ തുടങ്ങിയവർക്കുള്ള ചെലവുകളാണ് വ്യക്തിപരമായ ചെലവുകളിൽ ഏറെയും. താരപ്രചാരകരല്ലാത്ത പാർട്ടി നേതാക്കളുടെ യാത്രകൾക്കായി 2.53 കോടി രൂപയാണ് BJP വിനിയോഗിച്ചത്. ഹോർഡിങ്ങുകൾ, കട്ടൗട്ടുകൾ, സ്റ്റിക്കറുകൾ, പോസ്റ്ററുകൾ, തൊപ്പികൾ, പതാകകൾ എന്നിവയുൾപ്പെടെയുള്ള പരസ്യ സാമഗ്രികൾക്കായി 55.75 കോടി രൂപ ചെലവിട്ടപ്പോൾ പൊതുയോഗങ്ങൾ, ഘോഷയാത്രകൾ, റാലികൾ എന്നിവ സംഘടിപ്പിക്കാൻ 19.84 കോടി രൂപയും വിനിയോഗിച്ചു. 2 സർവേകൾക്കായി 19.58 കോടി രൂപയും നമോ സ്റ്റാളുകൾക്കായി 1.79 കോടി രൂപയും മീഡിയ ഓഡിറ്റിന് 1.19 കോടി രൂപയും പാർട്ടി ചെലവാക്കിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട് 90 ദിവസത്തിനകവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട്
75 ദിവസത്തിനകം നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചാണ് BJP ജനുവരി 22-ന് ചെലവ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് വിവരങ്ങൾ സമർപ്പിക്കുന്നതിലെ കാലതാമസത്തിൽ ഖേദിക്കുന്നു എന്ന് റിപ്പോർട്ടിനൊപ്പമുള്ള കവർ ലെറ്ററിൽ പാർട്ടി എഴുതിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചെലവുകളും പാർട്ടി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഭരണകക്ഷികളായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും DMKയും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ യഥാക്രമം 147 കോടി രൂപയും 145 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സമാജ്വാദി പാർട്ടി 48 കോടി രൂപ ചെലവഴിച്ചപ്പോൾ CPM 25 കോടി രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആകെ വിനിയോഗിച്ചത്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 33 ലക്ഷം രൂപയും രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി 15.58 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കോൺഗ്രസ് ഉൾപ്പെടെ 7 പ്രതിപക്ഷ പാർട്ടികളും 1051.6 കോടി രൂപയാണ് ആകെ ചെലവഴിച്ചത്. ഇതിനേക്കാൾ അധികമാണ് BJP ഒറ്റയ്ക്ക് ചെലവിട്ടത്. ഭരണപരാജയം മറച്ചുവെക്കാൻ BJP തെരഞ്ഞെടുപ്പിൽ പണമെറിയുകയായിരുന്നെന്ന് തന്നെയാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് നേരത്തെ തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. വലിയ തുക അവർക്കായി വാരിയെറിഞ്ഞ് BJP അവരെ വരുതിയിലാക്കുകയാണ് എന്നായിരുന്നു പാർട്ടി അവർക്കായി ചെലവിട്ട വലിയ തുകയുടെ കണക്ക് നമ്മെ വ്യക്തമാക്കുന്നത്. 2014 ആദ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളെ BJP വരുതിയിലാക്കിയെന്നും അവർ BJPയുടെ താളത്തിനൊത്ത് തുള്ളുകയാണെന്നും ആരോപിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രിയോൺ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗുമായി 2015 കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. 2019 മോദി വീണ്ടും അധികാരത്തിലേറിയതോടെ BJP ഫേസ്ബുക്ക് കൂട്ടുകെട്ട് വീണ്ടും ശക്തമായെന്ന് ആരോപണം ഉയർന്നു. പിന്നാലെ 2020 ഫേസ്ബുക്ക് ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥർ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് ഫേസ്ബുക്കിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ ഫേസ്ബുക്കിന്റെ ഇന്ത്യൻ മേധാവി അൻകിദാസിന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. 2019 ഏപ്രിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസുമായി ലിങ്ക് ചെയ്ത 687 പേജുകളും അക്കൗണ്ടുകളും ഫേസ്ബുക്ക് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് നീക്കം ചെയ്തത് വലിയ വിവാദങ്ങളാണ് അന്ന് ഉണ്ടാക്കിയത്. 2020 ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ ഫേസ്ബുക്ക് ഇടപെടുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് CEO മാർക്ക് സക്കർബർഗിനെ കത്തയക്കുകയും ചെയ്തു. ഫേസ്ബുക്ക് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫേസ്ബുക്ക് BJPയെ സഹായിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. വിദ്വേഷ പ്രസംഗങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ ട്വിറ്റർ കൂട്ടുനിൽക്കുന്നതിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അധിക്ഷേപം പ്രചരിപ്പിക്കാൻ ട്വിറ്റർ അനുവദിക്കുകയാണെന്നും അത്തരം ഉള്ളടക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഇടപെടൽ ഇത്തരത്തിൽ പല തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ കോടികൾ സമൂഹ മാധ്യമങ്ങൾക്ക് വാരിയെറിഞ്ഞ് അവരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടതെല്ലാം ചെയ്തെന്ന് നമ്മോട് തന്നെ വിളിച്ചു പറയുന്ന BJPയുടെ വരവ് ചെലവ് കണക്കുകൾ ഇന്ത്യൻ ജനാധിപത്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും ആശങ്കപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യം ദുർബലപ്പെടുത്തുകയാണ് BJP എന്ന് പറയാതെ വയ്യ. Waytonikah.com, the exclusive Muslim matrimonial site.